നമ്മളൊരു പുതിയ 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല പഴുത്ത ഏത്തപ്പഴം വേണം, കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ ആവട്ടെ. പിന്നെ കുറച്ച് റവ വേണം, കുറച്ച് ഓട്സ്, പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, ഉപ്പിടും, അത് പിന്നെ ഇടാം കേട്ടോ. ഓക്കെ, തേങ്ങ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു മിക്സിംഗ് ബോൾ എടുക്കുക. ഇത്തിരി വലിയ മിക്സ് ബോളായിരിക്കും, എന്നാലും നമുക്ക് പഴവും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പം ക്രഷ് ചെയ്ത തേങ്ങ മിക്സിംഗ് ബോളിലേക്ക് ഇടുക. ഓട്സ് ഇടുക. മീനെ പഠിപ്പിക്കാം കേട്ടോ. റവയും കൂടി ഇട്ടോ. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഒന്ന് മിക്സ് ചെയ്താക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തു. ഏത്തപ്പഴം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. തേങ്ങ അടിച്ചാൽ അത് മിക്സറിൻ്റെ ജാറിൽ തന്നെ മതി, അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ ഒന്ന് നല്ല പഴുത്ത പഴമാണെങ്കിൽ കൈയും കൊണ്ട് ഇതാക്കിയാലും മതി, എന്നാലും അത്രയാണ് പഴുത്തിട്ടില്ല, അതുകൊണ്ട് മിക്സിയിലൊന്ന് അടിച്ചേക്കാം. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത പഴം അതിലേക്ക് കഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് റെഡി ചെയ്ത് മിക്സ് ചെയ്യുക. കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ. അതിനി ഇങ്ങനെ ചെറിയ ബോളുകളായിട്ട് പിടിച്ച് വയ്ക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് പിടിക്കുക. എന്നിട്ട് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലിൽ ഇത്തിരി ചൂടായിപ്പോയി, അധികം ചൂട് വേണ്ട കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്വാദിഷ്ടമായ ബനാന ബോൾസ് റെഡി ആയിരിക്കുകയാണ്.